പ്രശസ്ത മിമിക്രി കലാകാരനായ രഘു കളമശ്ശേരി വിടവാങ്ങി. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. നിരവധി TV ഷോകളിൽ തിളങ്ങിയ രഘു ഉമ്മൻചാണ്ടിയെ അനുകരിച്ചാണ് ശ്രദ്ധേയനായത്. ഒരു കാലത്ത് മലയാളിയെ കുടുകുടാ ചിരിപ്പിച്ച മിമിക്രി ഷോകളിലെ നിറസാന്നിധ്യം രഘു കളമശ്ശേരി മടങ്ങി. 56 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് മരണം. ഒരു വർഷമായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഒരുമിച്ച് എത്രയോ വേദികൾ പങ്കിട്ട പ്രിയ സുഹൃത്തുക്കൾക്ക് രഘുവിന്റെ വിയോഗം വിശ്വസിക്കാനാവുന്നില്ല. വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് സിനിമാലയിലൂടെയും അല്ലാതെ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവനിങ്ങനൊരു അസുഖബാധിതനായി എന്നുള്ള സംഭവം വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിരിക്കും, പഴയ കഥകൾ പറയും. ഇല്ല, അവസാനത്തൊരു നിമിഷം അവൻ്റെ ഒരു യാത്ര ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. 10 വർഷത്തോളം സിനിമാലയിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂടപ്പറപ്പ് പോയ മാതിരത്തൊരു ഫീലിംഗാണ്. സുഖമില്ലാതെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഷർക്ക് ഇത്ര സീരിയസ് ആയിരുന്നെന്ന് അറിയില്ലായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു രഘു കളമശ്ശേരിയുടെ മാസ്റ്റർ പീസ്. ആ വേഷപ്പകർച്ച മലയാളി ഏറ്റെടുത്തു. സിനിമാലയിലൂടെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി. 80കളുടെ അവസാനത്തിൽ കളമശ്ശേരിയിലെ പ്രതീക്ഷാ ക്ലബിലൂടെയായിരുന്നു കലാരംഗത്തേക്കുള്ള തുടക്കം. പിന്നീട് ഹരിശ്രീയിൽ 3 പതിറ്റാണ്ടോളം കലാരംഗത്ത്. നേവൽ ബേസിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. 3 മക്കളാണ്. മൃതദേഹം കളമശ്ശേരി ഗ്ലാസ് കോളനിയിലെ ഓപ്പൺ സ്റ്റേജിൽ പൊതുദർശനം നടത്തി. കളമശ്ശേരി പൊതുശ്മശാനത്തിൽ വൈകിട്ട് സംസ്കാരം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.